നമസ്കാരം. ബംഗ്ലാദേശിൽ ഇസ്ലാമിക മതഭ്രാന്തിന്റെ പുതിയ കേസുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. മുഹമ്മദ് യൂനുസിന്റെ ഇടക്കാല സർക്കാരിൽ കാണപ്പെടുന്ന മത തീവ്രവാദത്തിന്റെ ഭീകരമായ രൂപം അതിന്റെ ഉച്ചസ്ഥായിലാണ് നിൽക്കുന്നത്. രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയും സ്ത്രീകൾക്കെതിരെയും കനത്ത വിദ്വേഷങ്ങളാണ് അനുദിനം അരങ്ങേറുന്നത്. ബംഗ്ലാദേശിൽ ഈ ദിവസങ്ങളിൽ പുസ്തകമേള നടക്കുകയാണ്. എന്നാൽ അടുത്തിടെ തസ്ലീമ നസ്രീന്റെ പുസ്തകങ്ങൾ പ്രദർശിപ്പിച്ചിരുന്ന ഒരു പുസ്തക സ്റ്റാൾ ചില മതമൗലികവാദികൾ ആക്രമിച്ചിരുന്നു. ഇപ്പോൾ സ്ത്രീകളുടെ ആർത്തവ അവബോധത്തിനായി സ്ഥാപിച്ച സ്റ്റാൾ ആക്രമിക്കപ്പെട്ടു എന്നതാണ് ഏവരെയും ഞെട്ടിക്കുന്നത്. നേരത്തെ നടന്ന ആക്രമണം വീണ്ടും സംഭവിക്കില്ലെന്ന് മുഹമ്മദ് യൂനുസിന്റെ സർക്കാർ ഉറപ്പു നൽകിയിരുന്നെങ്കിലും ഇപ്പോൾ വീണ്ടും പുസ്തകമേള ആക്രമിക്കപ്പെട്ടു. പുസ്തകമേളയിൽ സ്ത്രീകളുടെ ആരോഗ്യത്തിനായി സൗജന്യ സാനിറ്ററി പാഡുകൾ വിതരണം ചെയ്യുന്ന സ്റ്റാളും അടച്ചുപൂട്ടി. പ്രാൻ RFL എന്ന ഗ്രൂപ്പ് അവരുടെ സ്റ്റാളിൽ സ്റ്റേ സേഫ് എന്ന് പേരിട്ടിരുന്ന സാനിറ്ററി പാഡുകൾ പ്രദർശിപ്പിക്കുകയും സ്ത്രീകൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി അവ സൗജന്യമായി വിതരണം ചെയ്യുകയും ചെയ്തു. എന്നാൽ ഒരു വിഭാഗം സ്വകാര്യ ഉൽപ്പന്നങ്ങൾ ഇവിടെ എങ്ങനെ വിൽക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് എതിർത്ത് രംഗത്തെത്തി. ഇത്തരത്തിലുള്ള വിൽപ്പനയെ അധാർമികമെന്ന് വിളിക്കുകയും അത് നീക്കം ചെയ്യണമെന്ന് പറയുകയും ചെയ്തു. ഇതിനു പുറമെ ബംഗ്ലാദേശ് അക്കാദമി ഡയറക്ടർ ജനറൽ മുഹമ്മദ് ആസം പുസ്തകമേളയിൽ പുസ്തകങ്ങളല്ലാതെ മറ്റൊന്നും വിൽക്കാൻ പാടില്ലെന്നും അവ നീക്കം ചെയ്യണമെന്നും ഉത്തരവിട്ടു. എന്നാൽ ഇവ വിൽക്കുകയല്ല, സൗജന്യമായി വിതരണം ചെയ്യുകയാണ് എന്ന് ഗ്രൂപ്പ് അറിയിച്ചത്. എന്നിട്ടും ഇതിനു ശേഷവും 2 സ്റ്റാളുകൾ അടച്ചുപൂട്ടുകയായിരുന്നു. ഇത് മതഭ്രാന്തന്മാർക്ക് മുൻപിൽ യൂനുസ് സർക്കാർ എങ്ങനെ തലകുനിക്കുന്നുവെന്ന് കാണിക്കുന്നതിന്റെ ഉദാഹരണമാണെന്ന് വ്യക്തമാണ്. അതേസമയം ബംഗ്ലാദേശിൽ ഹിന്ദു ബുദ്ധ ക്ഷേത്രങ്ങൾ, ക്രിസ്ത്യൻ പള്ളികൾ, സൂഫി സന്യാസിമാരുടെ ആരാധനാലയങ്ങൾ എന്നിവയ്ക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അനുദിനം വർദ്ധിച്ചു വരികയാണ്. രാഷ്ട്രപിതാവ് മുജീബ് റഹ്മാന്റെ വീട് പോലും കത്തിച്ചു. അടുത്തിടെ അക്രമികൾ സരസ്വതി ദേവിയുടെ ക്ഷേത്രം ആക്രമിക്കുകയും വിഗ്രഹങ്ങൾ തകർക്കുകയും ചെയ്തിരുന്നു. അതിനിടെ ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ തലവൻ മുഹമ്മദ് യൂനുസ് രാജ്യത്തെ ഭീകരരെ അഴിച്ചുവിടുകയാണെന്ന് ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ആരോപിക്കുകയുണ്ടായി. തന്നെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാനുള്ള മുഹമ്മദ് യൂനുസിന്റെ ഗൂഢാലോചനയുടെ ഭാഗമാണ് രാജ്യത്ത് നടക്കുന്ന കൊലപാതകങ്ങളെന്നും താൻ തിരിച്ചെത്തി പോലീസുകാരുടെ മരണത്തിന് പ്രതികാരം ചെയ്യുമെന്നും അവർ കൂട്ടിച്ചേർത്തു. സൂം മീറ്റിംഗിൽ പങ്കെടുക്കവെയാണ് അവർ മുഹമ്മദ് യൂനുസിനെ വെല്ലുവിളിച്ചത്. ഷെയ്ഖ് ഹസീന നിലവിൽ ഇന്ത്യയിലാണ്. കഴിഞ്ഞ വർഷം ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ നടന്ന വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തെ അടിച്ചമർത്താൻ ഹസീന ശ്രമിച്ചപ്പോൾ 4 പോലീസുകാർ കൊല്ലപ്പെട്ടിരുന്നു. അടുത്തിടെ ഹസീനയുടെ പിതാവും രാഷ്ട്രപിതാവുമായ ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ ധാക്കയിലെ വസതി പ്രതിഷേധക്കാർ നാമാവശേഷമാക്കിയിരുന്നു.